നമസ്കാരം. ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് അക്കങ്ങളെക്കുറിച്ചാണ്, അല്ലേ? ആര് ജയിച്ചു, ആർക്കെത്ര ഭൂരിപക്ഷം? പക്ഷെ ആ അക്കങ്ങൾക്കപ്പുറം ഒരു നാടിന്റെ സ്പന്ദനങ്ങളുണ്ട്, ജനങ്ങളുടെ ജീവിതമുണ്ട്. അപ്പോൾ ഇലക്ഷൻ ഫലത്തിനപ്പുറം ഒരു മണ്ഡലത്തിന്റെ യഥാർത്ഥ ആരോഗ്യം എങ്ങനെ മനസ്സിലാക്കാം? ഇരവിപുരത്തെ മുൻനിർത്തി നമ്മൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ അപഗ്രഥനമാണിത്. ഇവിടുത്തെ ഡേറ്റയും ജനങ്ങളുടെ ദൈനംദിന ജീവിതവും തമ്മിൽ ബന്ധിപ്പിച്ച് ഭരണത്തിനുള്ള ഒരു വഴി തുറക്കാനുള്ള ശ്രമം. അപ്പോ നമ്മുടെ ഈ വിശകലനം 5 ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യം നമ്മൾ ഇരവിപുരത്തിന്റെ മണ്ണും മനസ്സും അറിയാൻ ശ്രമിക്കും. പിന്നെ 2021 ജനവിധി എന്തു പറയുന്നു എന്ന് നോക്കും. അതിനുശേഷം ജനങ്ങൾ ദിവസവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്കും നമ്മൾ ആഴത്തിലിറങ്ങിച്ചെല്ലും. അവസാനം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് മികച്ച ഭരണത്തിനായുള്ള ഒരു രൂപരേഖയും നമ്മൾ ചർച്ച ചെയ്യും. നമുക്ക് തുടങ്ങാം. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് ആ മണ്ണിൽ നിന്നാണ്, അവിടുത്തെ മനുഷ്യരിൽ നിന്നാണ്. കൊല്ലം ജില്ലയിൽ ഒരു വശത്ത് കടലും മറുവശത്ത് ഇടനാടും ചേർന്ന ഒരു ഭൂപ്രദേശമാണ് ഇരവിപുരം. ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഈ ഭൂപ്രകൃതിയും ഇവിടത്തെ സാമൂഹിക ഘടനയുമാണ്. ഇവിടത്തെ സാമൂഹിക ഘടന വളരെ സവിശേഷമാണ്. നോക്കൂ, ജനസംഖ്യയിൽ ഏകദേശം പകുതിയോളം ഹിന്ദുക്കളും ബാക്കി പകുതിയോളം ക്രിസ്ത്യാനികളുമാണ്. നായർ, ഈഴവ സമുദായങ്ങളും ലാത്തീൻ, സിറോ മലബാർ വിഭാഗങ്ങളും ഒരുപോലെ നിർണായക ശക്തികളാണ്. ഇതൊരു സാധാരണ കണക്കല്ല, മറിച്ച് ഒരു നൂൽപാലം പോലെയാണ്. ഈ സന്തുലിത അവസ്ഥയിൽ വരുന്ന ചെറിയൊരു മാറ്റം പോലും തിരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. ഈ നമ്പറുകൾക്ക് പിന്നിൽ ഓരോ വീടിന്റെയും അടുക്കളയിൽ തീ പുകയുന്നതിന്റെ കഥയുണ്ട്. കൊല്ലത്തെ കശുവണ്ടി വ്യവസായം തകർന്നപ്പോൾ ജീവിതം വഴിമുട്ടിയ ആയിരക്കണക്കിന് തൊഴിലാളികൾ വലിയ പ്രതീക്ഷകളോടെ ഗൾഫിൽ പോയി ജോലി നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ മടങ്ങിയെത്തിയവരുടെ നിസ്സഹായത, പിന്നെ എന്നും കടലിനോട് പൊരുതി ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനം, ഇവരുടെയെല്ലാം ജീവിതമാണ് ഇരവിപുരത്തെ രാഷ്ട്രീയത്തിന്റെ ദിശ തീരുമാനിക്കുന്നത്. ശരി, ഇവിടുത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യം നമ്മൾ കണ്ടു. ഇനി 2021 ഇവിടുത്തെ ജനങ്ങൾ നൽകിയ വിധി എന്താണെന്ന് നമുക്ക് നോക്കാം. ആ അക്കങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത്? കണ്ടില്ലേ, 2021 LDFന്റെ സിറ്റിംഗ് MLA ആയിരുന്ന M. നൌഷാദിന് കിട്ടിയത് 56% വോട്ടാണ്. അതായത് വ്യക്തമായ ഒരു വിജയം. എതിരാളിയേക്കാൾ ഏകദേശം 22% വോട്ട് കൂടുതൽ. ഒറ്റനോട്ടത്തിൽ ഇതൊരു ചോദ്യം ചെയ്യാനാവാത്ത ജനവിധിയാണ്. പക്ഷേ ഈ വലിയ ഭൂരിപക്ഷം കഥ മുഴുവൻ പറയുന്നുണ്ടോ? അവിടെയാണ് ഈ കണക്ക് പ്രസക്തമാകുന്നത്. 72.4% പോളിംഗ്. ഇരവിപുരത്തെ വോട്ടർമാർ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സജീവമായി ഇടപെടുന്നു എന്നതിന്റെ തെളിവാണിത്. ഫലം ഒരുപക്ഷെ ഏകപക്ഷീയമായിരിക്കാം, പക്ഷെ ഇവിടുത്തെ ജനങ്ങളെ നിസ്സാരമായി കാണാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയില്ല എന്നതിന്റെ വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഒരു നേതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ബാലൻസ് ഷീറ്റ് പോലെ നോക്കിയാലോ? തുടർച്ചയായി 2 തവണ MLA ആയി, ശക്തമായ പാർട്ടി പിന്തുണയുണ്ട്, കശുവണ്ടി തൊഴിലാളികൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. ഇതൊക്കെയാണ് ശക്തി. പക്ഷേ അതേസമയം ഭരണവിരുദ്ധ വികാരം, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പ്രാദേശിക പ്രശ്നങ്ങൾ, ഇവയൊക്കെ ബലഹീനതകളാണ്. ഇതിനെല്ലാം പുറമെയാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവരുടെ അമർഷവും ഉയർത്തുന്ന വലിയ ഭീഷണികൾ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നേതാക്കൾ ജയിച്ചു. പക്ഷേ ജനങ്ങളുടെ ജീവിതം അവിടെ തുടങ്ങുന്നതേയുള്ളൂ. അവിടെയാണ് ഭരണകൂടത്തിന്റെ വാഗ്ദാനങ്ങളും ജനങ്ങളുടെ യാഥാർത്ഥ്യവും തമ്മിൽ ഉരസുന്നത്. ഇരവിപുരത്തെ ജനങ്ങളെ അലട്ടുന്ന അത്തരം ചില ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, ദിവസവും 1 മണിക്കൂർ മാത്രം വെള്ളം കിട്ടുന്ന ഒരവസ്ഥ. ഇത് വെറുമൊരു അസൗകര്യമല്ല, ഓരോ ദിവസവും അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഒരു മണ്ഡലത്തിലെ ഭരണത്തിന്റെ കാര്യക്ഷമത അളക്കാൻ അവിടുത്തെ പൈപ്പിൽ വരുന്ന വെള്ളത്തിന്റെ അളവ് നോക്കിയാൽ മതി. പൊട്ടിയ പൈപ്പുകളും വിതരണത്തിലെ പിഴവുകളും കാരണം കുടിവെള്ളം എന്നത് ഓരോ വീട്ടിലെയും ഏറ്റവും വലിയ ആശങ്കയായി മാറുകയാണ്. വെള്ളത്തിന്റെ കാര്യം മാത്രമല്ല, ഓരോ ദിവസവും പുറത്തിറങ്ങുമ്പോൾ അവർ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. തകർന്നു കിടക്കുന്ന റോഡുകൾ, മയ്യാനാട്ടേക്ക് ആവശ്യത്തിന് ബസ്സില്ലാത്ത അവസ്ഥ, കൊല്ലം മെഡിക്കൽ കോളേജിലെ കട്ടുകടങ്ങാത്ത തിരക്ക്, സ്കൂളുകളിലെ പഴയ സൗകര്യങ്ങൾ, ഇവയെല്ലാം ചേർന്ന് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ പിന്നോട്ട് വലിക്കുകയാണ്. ഓരോ ദിവസവും ഇതനുഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണത്തിലുള്ള അവരുടെ വിശ്വാസം കുറഞ്ഞുവരും. ഇനി നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് വരാം, തൊഴിലില്ലായ്മ. കൊല്ലം ജില്ലയിൽ മാത്രം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം ഏകദേശം 4 ലക്ഷമാണ്. കേരളത്തിൽ 2ാമത്തെ ഉയർന്ന നിരക്ക്.
ഇതൊരു വെറും നമ്പറല്ല, 4 ലക്ഷം പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരുപാട് കഴിവുകളുള്ള യുവാക്കൾക്ക് ഇവിടെ അവസരങ്ങളില്ല എന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് വരുമാനമില്ല, മറുവശത്ത് ചിലവ് കൂടുന്നു. സാധാരണ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ടു പോകും? ഇന്ധനത്തിനും പാചകവാതകത്തിനും മറ്റ് സാധനങ്ങൾക്കും വില കൂടുമ്പോൾ ഒരു വീട്ടിലെ ബഡ്ജറ്റ് മുഴുവൻ താളം തെറ്റുകയാണ്. ഈ സാമ്പത്തിക സമ്മർദ്ദം രാഷ്ട്രീയത്തെ എപ്പോൾ വേണമെങ്കിലും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി ഇതിന് പിന്നിലെ കളിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വോട്ടർമാരെ സ്വാധീനിക്കുന്ന തന്ത്രപരമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്? രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് സംസാരിക്കാൻ 4 മുഖങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്ന് സങ്കൽപ്പിക്കുക: ആക്രമണം, സ്ഥിരത, നവീകരണം, സംരക്ഷണം. ഉദാഹരണത്തിന്, വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ UDF സർക്കാരിനെ ആക്രമിക്കുമ്പോൾ LDF കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി പ്രതിരോധിക്കുന്നു. സ്ഥിരതയുടെ കാര്യത്തിൽ LDF കേരള മോഡൽ തുടരുമെന്ന് പറയുമ്പോൾ UDF ഒരു സുസ്ഥിര സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ഒരു ചട്ടക്കൂട് വെച്ച് നോക്കിയാൽ ഓരോ മുന്നണിയുടെയും രാഷ്ട്രീയ സന്ദേശങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അവരുടെ മനസ്സ് എങ്ങോട്ട് ചായുന്നുവോ അങ്ങോട്ടായിരിക്കും പലപ്പോഴും വിജയം. BJPയിൽ നിന്ന് അകലുന്ന നായർ, ഇഴവ വോട്ടർമാർ, സർക്കാർ നയങ്ങളിൽ അതൃപ്തിയുള്ള മത്സ്യത്തൊഴിലാളികൾ, തൊഴിലില്ലാത്ത യുവാക്കളും പ്രവാസി കുടുംബങ്ങളും, ഇവരെല്ലാം ആരുടെ വിജയവും പരാജയവും തീരുമാനിക്കാൻ കഴിവുള്ളവരാണ്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുന്നവർക്ക് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളും മധ്യവർഗവും, വെറും സൗജന്യങ്ങൾക്കും ക്ഷേമപദ്ധതികൾക്കുമപ്പുറം അവസരങ്ങളാണ് ചോദിക്കുന്നത്. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനുള്ള അവസരം, അന്തസ്സോടെ സ്വന്തം കാലിൽ നിൽക്കാനൊരു വഴി. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതും അതുതന്നെയാണ്, ഓരോ പൗരന്റെയും അന്തസ്സ്. ശരി, രോഗം നിർണയിച്ചു, കാരണങ്ങൾ കണ്ടെത്തി. ഇനി ചികിത്സ എന്താണെന്ന് നോക്കാം. ഇരവിപുരത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തിന് പിന്തുടരാൻ കഴിയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രായോഗിക പദ്ധതിയാണിത്. ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ 3 കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ വെള്ളം, റോഡ് പോലുള്ള കാര്യങ്ങൾ ശരിയാക്കുക. അത് ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം തിരികെ നൽകും. രണ്ടാമതായി, അവർക്ക് ജീവിക്കാനുള്ള വഴികൾ ഉണ്ടാക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. മൂന്നാമതായി, അർഹതപ്പെട്ട ക്ഷേമപദ്ധതികൾ കൃത്യമായും സുതാര്യമായും അവരിലേക്ക് എത്തിക്കുക. തീർച്ചയായും ഈ വിവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പുതിയ ഡാറ്റ സംരക്ഷണ നിയമങ്ങൾ പറയുന്നതുപോലെ സമ്മതമില്ലാതെ ആരുടെയും വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് വെറും ആശയങ്ങളല്ല. നേരത്തെ നമ്മൾ കണ്ട ഓരോ പ്രശ്നത്തിനുമുള്ള കൃത്യമായ പരിഹാരങ്ങൾ നോക്കൂ. ന്യായ് പദ്ധതി പോലുള്ളവയിലൂടെ ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണമെത്തിക്കുന്നത് അവരുടെ സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കും. അതോടൊപ്പം കൊല്ലത്തെ കുടിവെള്ള പദ്ധതി വിപുലീകരണം, റോഡ് നവീകരണം, പുതിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവരുന്ന IT പാർക്കുകൾ, ഇവയെല്ലാം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരു തിരഞ്ഞെടുപ്പിലെ ജനവിധി എന്നത് ഒരു അവസാന രേഖയല്ല, അതൊരു തുടക്കം മാത്രമാണ്. ആ വിജയത്തെ യഥാർത്ഥ ജനസേവനമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് ഒരു നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-4204-1602. Purpose Beyond Politics.